വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് ഓൾ അബൌട്ട് കൊടുങ്ങല്ലൂർ. കർക്കിടക മാസമൊക്കെയാണല്ലോ. അപ്പോൾ കർക്കിടക മാസത്തിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ? കർക്കിടക മാസത്തിൽ നമ്മളിതേ ഈ മുക്കുറ്റിയുടെ മഞ്ഞപ്പൂവൊക്കെ പറിച്ച് തലയിലൊക്കെ വെച്ച് ഇതിൻ്റെ ഇല ഇങ്ങനെ ചതച്ച് പൊട്ടൊക്കെ തൊടും. ഞാൻ തൊട്ടിരിക്കുന്ന കണ്ടില്ലേ? അതേപോലത്തെ പച്ച പൊട്ടൊക്കെ തൊടാറില്ലേ? കർക്കിടക സുഖചികിത്സ, കർക്കിടക ആരോഗ്യ സംരക്ഷണം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇതൊക്കെ എന്താണ് എന്ന് വ്യക്തമാക്കി തരുവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ഞാനിതിനെക്കുറിച്ച് എന്ത് പറയാനാ അല്ലേ? ഞാനല്ല, മറിച്ച് നമ്മളിന്ന് പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. നമ്മളോടൊപ്പം ഒരു അതിഥി കൂടിയുമുണ്ട്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂരിലെ അബ്ദുള്ള റോഡ് വടക്കുഭാഗത്ത് ശ്രീനാരായണ ധർമ്മസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന PN ആയുർവേദാശ്രമത്തിലാണ്. നമ്മളോടൊപ്പം ഇന്നുള്ളത് PN ആയുർവേദാശ്രമത്തിലെ ഡോക്ടറാണ്, ഡോക്ടർ PV ശബരിഗിരീഷ് സർ. സാറ് റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡോക്ടറോട് ചോദിച്ചറിയാം. എന്താണ് കർക്കിടക ചികിത്സ? കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം എന്താണ്? അത് കേരളീയ ചികിത്സയുടെ ഒരു ഭാഗമാണ് കർക്കിടക ചികിത്സ. കേരളത്തിൽ പണ്ടുകാലത്ത് തന്നെ ഈ ചികിത്സകൾ തുടങ്ങിയിട്ടുണ്ട്. ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വർഷം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മുടെ ഏകദേശം 3 മാസമാണ് വർഷക്കാലമായിട്ട് കാണുന്നത്. ഇടവും മിഥുനം കർക്കിടകം. ആ മാസങ്ങളിൽ പൊതുവെ കൃഷിക്കാരൊക്കെ അവരെല്ലാം ജോലികളൊക്കെ അവസാനിച്ചിരിക്കുന്ന സമയമാണ് ഈ കർക്കിടകം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വാതപിത്ത കഫങ്ങളുടെ പ്രകോപനങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് പല രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഭൂമിയിൽ ഈർപ്പം കൊടുക്കുന്നതോടുകൂടി തന്നെ പല രോഗാണുക്കളും ബാക്ടീരിയ ആയാലും വൈറസ് ആയാലും പറഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പഴയ കാലത്ത് നമ്മളൊക്കെ ആസൂത്രണം ചെയ്ത പരിപാടി കർക്കിടക മാസം ആചരണമാണ്. ആചരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം, മനസ്സ്, പ്രകൃതിയൊക്കെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അതായത് കർക്കിടകം എന്ന് പറയുന്നത് മലയാള വർഷത്തിൻ്റെ ആദ്യ മാസത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഈ കർക്കിടകം കഴിഞ്ഞാലാണ് നമ്മൾ ആവണി മാസം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കർക്കിടക മാസത്തിൽ തന്നെ നമ്മൾ ആരോഗ്യം വീണ്ടെടുക്കുക, അതോടൊപ്പം തന്നെ ശരീരം ശുദ്ധീകരിക്കുക, അതുപോലെ മനസ്സ് ശുദ്ധീകരിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രകൃതി ശുദ്ധീകരിക്കുക. കാരണം കൊതുക് മറ്റുള്ള ജീവജാലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് രോഗങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രകൃതിയും കൂടി ശുദ്ധീകരിക്കുക, അതായത് ഭൂമിയെ പുറത്തേക്ക് വളരെ വൃത്തിയിൽ കൊണ്ടുവരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ രീതിയിൽ ആക്കിയതിന് ശേഷം ചികിത്സ എന്ന് പറയുന്ന ഈ വാതപിത്ത കഫങ്ങളുടെ ക്ഷയം കൊണ്ട് പല രോഗങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഉപയോഗമായിട്ട് കുട്ടികൾ, മധ്യവയസ്കർ, വയസ്സന്മാർ, ഇവർക്ക് എല്ലാവർക്കും ചികിത്സ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രക്രിയകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയും ആയുർവേദത്തിൽ. ഈ പഞ്ചകർമ്മ ചികിത്സയാണ് ചെയ്യേണ്ടത്. അത് കുട്ടികൾക്ക് പഞ്ചകർമ്മത്തിലെല്ലാം വേണ്ടി വരില്ല, അവർക്ക് മറ്റുള്ള ഔഷധ സേവയൊക്കെ മതിയാവും. മധ്യവയസ്കർക്ക് അതിനനുസരിച്ച് പൈത്യകോപം ഉണ്ടാകുന്നുണ്ട്, ആ നേരത്ത് നമ്മൾ ചികിത്സ ചെയ്യും. പിന്നെ വയസ്സായവർക്ക് വാതകോപങ്ങളുണ്ട്, അപ്പോൾ അതിനുള്ള ചികിത്സകളും ചെയ്യണം. അതായത് ഈ ഉഴിച്ചിൽ പിഴിച്ചൽ ഞവരക്കൽ തുടങ്ങിയതൊക്കെ ചെയ്യേണ്ടി. പിന്നെ ഈ വർഷകാലത്ത് നമ്മുടെ ജഠരാഗ്നി വർദ്ധിപ്പിക്കും. അപ്പോൾ ജഠരാഗ്നി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചികിത്സകൾ തുടങ്ങിയിട്ട് വേണം മറ്റു ചികിത്സകളൊക്കെ തുടങ്ങാനായിട്ട്. അതോടൊപ്പം തന്നെ ഇതിന് ശേഷം നമ്മൾ ശരീരബ്രഹ്മണീയമായിട്ടുള്ള ചികിത്സകൾ, പ്രത്യേകിച്ചും പ്രായമുള്ളവർക്കായിരിക്കും ജരാചികിത്സ എന്ന് പറയുന്നതിന്. അപ്പോൾ അതിന് ലേഹങ്ങൾ കൊടുക്കുക, സൂപ്പ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയങ്ങളിൽ ചെയ്യും. ഇതാണ് കർക്കിടകത്തിലെ പ്രാധാന്യം. അത് നമ്മൾ കേരളത്തിൽ മൊത്തമായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് മധ്യ കേരളം തൊട്ട് തെക്കോട്ടാണ് കൂടുതൽ ഈ ആയുർവേദ ചികിത്സ കൂടുതൽ പ്രാധാന്യത്തിൽ വരുന്നത്. മറ്റുള്ളിടത്തൊക്കെ എന്ന് വെച്ചാൽ ചികിത്സകൾ പഞ്ചകർമ്മങ്ങളൊക്കെ ചെയ്യും, പക്ഷേ അത് ഈ കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യത്തോടുകൂടിയല്ല. ഇപ്പോൾ കണ്ണൂർ ഭാഗത്തുനിന്ന് കർക്കിടക മാസത്തിന് വലിയ പ്രാധാന്യം കാണിക്കുന്നില്ല, ഞാൻ അവിടെ അനുഭവത്തിൽ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളിൽ കൂടുതൽ കർക്കിടക ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ല പല ഗുണങ്ങളും ഉണ്ടാകുന്നു. രോഗപ്രതിരോധം, അത് അടുത്ത ഒരു വർഷത്തെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയാണ് കർക്കിടക മാസത്തിൽ ചികിത്സകൾ. അതാണ് അതിൻ്റെ പ്രാധാന്യം. കർക്കിടകത്തിൽ മാത്രം ഇങ്ങനെയൊരു ചികിത്സയുടെ ആവശ്യം എന്താണ്? കർക്കിടക മാസത്തിലാണ് കൂടുതൽ രോഗം ഉണ്ടാകുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ കർക്കിടകം വർഷകാലമാണ്. ഈ വർഷകാലത്ത് രോഗാണുക്കൾ കൂടാനും അതേപോലെ ശരീരത്തിലെ ധാതുക്കൾ, വാതപിത്ത കഫങ്ങളൊക്കെ ക്ഷയിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ സമയങ്ങളിൽ നമ്മൾ ധാതുക്കൾ ക്ഷയിച്ചു കഴിഞ്ഞാൽ അതിനെ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയാലേ നമ്മുടെ ആരോഗ്യം നിലനിൽക്കുള്ളൂ. എല്ലാവർക്കും ആരോഗ്യം പൂർണ്ണമായിട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ചികിത്സ തുടങ്ങി വയ്ക്കുകയാണ്.
അപ്പോൾ ഈ സമയങ്ങളിൽ മറ്റുള്ള മാസങ്ങളെ പോലെയുള്ള കാലാവസ്ഥയല്ല, കംപ്ലീറ്റ് വർഷമാണ്, സൂര്യപ്രകാശം കുറവായിരിക്കും. അതുകൊണ്ട് സൂര്യൻ്റെ എനർജി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പല രോഗാണുകളും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൂര്യപ്രകാശം ഉള്ള സമയത്താണെങ്കിൽ രോഗങ്ങൾ കുറയും. പിന്നെ നമ്മുടെ പ്രതിപ്രവർത്തനങ്ങളൊക്കെ നേരം നടക്കും. അപ്പോൾ ഈ സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ വളരെ നല്ലതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ചികിത്സിക്കാനും സൗകര്യമാണ്, ഔഷധം സേവിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും സൗകര്യമാണ്. വർഷമാണല്ലോ, പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇത് തന്നെ ഈ മാസം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. എല്ലാ പ്രായക്കാർക്കും കർക്കിടക ചികിത്സയുടെ ആവശ്യമുണ്ടോ? കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് ആരോഗ്യം വീണ്ടും നിലനിർത്താൻ വേണ്ടിയാണ്. അതിന് പ്രായഭേദം ഇല്ല. എന്നിരുന്നാലും കൂടുതലായിട്ടും പ്രായമുള്ളവർക്കാണ് കർക്കിടക ചികിത്സയുടെ കൂടുതൽ ആവശ്യം വരുന്നത്. പക്ഷേ കുട്ടികൾക്കും അതാ നേരത്ത് ശുദ്ധി വരുത്തുക എന്നുള്ള പ്രക്രിയയുണ്ട്. ചില രജന്യാദി ജ്വരം തുടങ്ങിയ പൊടികളൊക്കെ കൊടുക്കും, മുക്കുടി കൊടുക്കും, അങ്ങനെ കുട്ടികൾക്കും ചെയ്യാറുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ലാക്ഷായി തൈലം ധനനിധിലൊക്കെ പറ്റി കുളിപ്പിക്കും. അവർക്കൊക്കെ വീണ്ടും നല്ല എനർജി കിട്ടാൻ വേണ്ടി നല്ലതാണ്. മധ്യവയസ്കർക്കാണെങ്കിൽ ധാതുക്ഷയത്തിന് ഏറ്റവും നല്ലതാണ്. സപ്തധാതുക്കൾ ക്ഷയിച്ചുകൊണ്ട് പല രോഗങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതേപോലത്തെ ചികിത്സ ചെയ്ത് റെസ്റ്റ് എടുക്കണം. വളരെയധികം റെസ്റ്റ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ശരീരപുഷ്ടി ഉണ്ടാവും, ശരീരത്തിന് വളർച്ച ഉണ്ടാവും, നമുക്ക് ഒരു സ്വസ്ഥയുണ്ടാവും. പിന്നെ കൂടുതലായിട്ട് വർക്കുകളൊന്നും ഇല്ലാത്ത സമയം അതിൻ്റെ പേരിൽ സ്വാസ്ഥ്യമായിട്ട് ഇരിക്കാനും പറ്റുന്ന കാലാവസ്ഥയാണ്. വൃദ്ധന്മാർക്കാണെങ്കിൽ വാതകോപങ്ങളുടെ പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. ആ നേരത്ത് ഇതേപോലെയുള്ള ചികിത്സകൾ ചെയ്യുക, വീണ്ടും നമ്മുടെ ആരോഗ്യത്തിന് നിലനിർത്തുക. വീണ്ടും അടുത്ത വർഷത്തേക്ക് നമ്മളെ ശരീരം തയ്യാറെടുപ്പോടുകൂടി കൊണ്ടു നടക്കാനുള്ളൊരു കഴിവും ശരീരത്തിൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് കർക്കിടക ചികിത്സ വളരെ നല്ലതാണ്. പിന്നെ പല രോഗങ്ങളുള്ളവർക്കും അത് സെലക്റ്റീവായിട്ടുള്ള രോഗങ്ങൾ സെലക്റ്റീവായ മെഡിസിനും ചികിത്സയും ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ അതിൽ കാര്യം. അല്ലാതെ നമ്മൾ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യല്ല. സെലക്ട് ചെയ്ത ചില രോഗങ്ങൾക്ക് സെലക്ട് ചെയ്ത മെഡിസിനും സെലക്ട് ചെയ്ത കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അതാണ് നമ്മൾ ഈ കർക്കിടകം സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം. കേരളീയർ പ്രത്യേകിച്ചും കർക്കിടക മാസം ആഘോഷിക്കാനും അതോടൊപ്പം തന്നെ അതൊരു എന്താ പറയുക, രാമായണ വായന, പാരായണം, അതേപോലെ പുണ്യ മാസം എന്നിങ്ങനെയൊക്കെ പറയുന്ന ഒരു കാലഘട്ടമാണ്. പഴയ കാലത്ത് അതൊരു കഷ്ടകാലം പിടിച്ച കാലമായിരുന്നു. ഇപ്പോൾ അത് വളരെ നല്ല കാലമായിട്ട് കണ്ടുകൊണ്ട് അതിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്രം എന്ന നിലയിൽ PN ആയുർവേദാശ്രമത്തിൽ നൽകുന്ന കർക്കിടക ചികിത്സാ രീതികൾ എന്തെല്ലാമാണ്? PN ആയുർവേദാശ്രമം ശ്രീനാരായണ ധർമ്മസഭയുടെ കീഴിലുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത് തന്നെ പഞ്ചകർമ്മത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ്. അത് ആബാലവൃദ്ധം ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതും വളരെയധികം ലൈബലായിട്ടുള്ള എമൗണ്ട് മാത്രമേ വാങ്ങുന്നുള്ളൂ. ഇവിടെ പഞ്ചകർമ്മങ്ങൾ, ഉഴിച്ചൽ, പിഴിച്ചൽ, ഞവര തുടങ്ങി അതുപോലെ സ്ത്രീകൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇവിടെ RMO ഒരാളുണ്ട്, ഡോക്ടർ നവ്യ. അവർ ഈ സ്ത്രീരോഗ വിദഗ്ധയാണ്. അവർ സ്ത്രീരോഗങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വന്ധ്യതയ്ക്ക് വേണ്ടി മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. കർക്കിടക ചികിത്സ എല്ലാം ഓരോ വർഷം ചെയ്തുകൊണ്ട് പോകുന്നൊരു കാലമാണ്. അപ്പോൾ കർക്കിടക ചികിത്സയിലെല്ലാം പെടുന്നുണ്ട്. നമ്മളിപ്പോൾ സാധാരണ ഇതിൽ ആയുർവേദത്തിൽ നിഷ്കർഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു പോകുന്നുണ്ട്. അത് വളരെ ലേബിളായിട്ടുള്ള എമൗണ്ട് കൊണ്ട് തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. വളരെ സുസ്ഥിരമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കർക്കിടക ചികിത്സാ രീതികൾ എന്തെല്ലാമാണ്? സാധാരണ നിലയ്ക്ക് നമ്മൾ അഭ്യംഗം, അതായത് ഉഴിച്ചിൽ നടത്തുക, അതേപോലെ തൈലം തേച്ച് കൂടി, ഇതൊക്കെയാണ് സാധാരണ വീട്ടിൽ ചെയ്യാവുന്ന ഇത്. കൂടാതെ ഔഷധ കഞ്ഞികളുണ്ടാക്കും. അതിപ്പോൾ പാരമ്പര്യമായിട്ട് പല രീതിയിലും ഉണ്ടാക്കുന്നുണ്ട്. ഇലകളൊക്കെ കുത്തിപ്പിഴിഞ്ഞ് നീരെടുക്കുക, ദശമൂലം, ജീരകം, അരികളാറ്, ഇതെല്ലാം പൊടിച്ച് ചേർത്ത് കഞ്ഞി ഉണ്ടാക്കി കുടിക്കും. അതൊക്കെ കർക്കിടക ചികിത്സയുടെ ഭാഗങ്ങളാണ്. കൂടാതെ നമ്മൾ ശരീരശുദ്ധിക്കുള്ള വമനം, വിരേചനം ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് ശുദ്ധീകരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിരിക്കുക. അതെല്ലാം മാത്രമേ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വല്ല ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല വൈദ്യൻ്റെ കീഴിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അതിന് ചില ഉപദ്രവങ്ങളുണ്ടാവും. വീട്ടിൽ ചെയ്യാവുന്ന കഞ്ഞി കുടിക്കുക, അഭ്യംഗം ചെയ്യുക, കുളിക്കുക, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. സ്ത്രീ രോഗങ്ങളെക്കുറിച്ചും കുട്ടികളുടെ രോഗങ്ങളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരുന്നത് ഡോക്ടർ നവ്യയാണ്. ഡോക്ടർ, സ്ത്രീ രോഗങ്ങൾക്കും കുട്ടികൾക്കുള്ള രോഗങ്ങൾക്കും ആയുർവേദത്തിൽ എങ്ങനെയാണ് ചികിത്സാ രീതികൾ? പ്രധാനമായും സ്ത്രീ രോഗങ്ങളും കുട്ടികളുടെ രോഗങ്ങളെയും രണ്ട് വിഭാഗമായിട്ട് തന്നെയാണ് ആയുർവേദത്തിൽ പറയുന്നത്. നമ്മൾ കുട്ടികളുടെ രോഗത്തിനെ കൗമാരവൃത്തി എന്നും സ്ത്രീകളുടെ രോഗത്തിനെ പ്രസൂതി തന്ത്രം എന്നും വിഭാഗമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ചികിത്സകളും കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ രോഗങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് വരുന്ന വളർച്ചയിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, ബുദ്ധിപരമായ ബുദ്ധിവൈകല്യങ്ങൾ, അതെല്ലാം തന്നെ നമ്മൾ ആയുർവേദ രീതിയിൽ പഞ്ചകർമ്മങ്ങളുമായിട്ടും ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകളായിട്ടും നമ്മൾ ചികിത്സിക്കുന്നുണ്ട്. സ്ത്രീകളുടെ രോഗങ്ങൾ പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ രോഗങ്ങളിൽ കൗമാരക്കാരായ സ്ത്രീകൾ, മധ്യവയസ്കരായ സ്ത്രീകൾ,
മാസമുറ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ, അങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ചികിത്സിക്കുന്നത്. കൗമാരക്കാരായ സ്ത്രീകളിൽ വരുന്ന പ്രധാന പ്രശ്നങ്ങൾ ആർത്തവ ക്രമക്കേടുകൾ, അമിതവണ്ണം, തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ, പിന്നെ സ്ത്രീകളിൽ വരുന്ന വന്ധ്യത, ഇതിനെല്ലാം തന്നെ നമ്മൾ ആയുർവേദ രീതിയിലെ പഞ്ചകർമ്മങ്ങളായിട്ടും അതുകൂടാതെ ഉള്ളിലേക്കുള്ള മരുന്നുകളായിട്ടും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് വസ്തി, പിജു, അഭ്യംഗം, അങ്ങനെ എല്ലാമായിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു വരുന്നത്. പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സാമൂഹിക സാഹചര്യത്തിൽ എല്ലാവരും അവരവരുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹോം.